ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति सुखदादिकं वन्देऽहं श्रीगुरुं श्रीयुतपदगमनं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगण ललिता शिविशाखान्वितंश्च हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कांद राधा कांद नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंद हरे कृष्णा 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्णा हरि ओम तत्सत। അപ്പോൾ നമ്മൾ വായിക്കുന്നത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് അധ്യായം 9 10ാമത്തെ ശ്ലോകം മുതൽ. मयाध्यक्षेण प्रकृति सूयते सा चराचरम हेतुनानेन कौन्तेय जगद्विपरिवर्तते. വായിച്ചോളൂ എല്ലാവരും. हरे कृष्ण प्रभु जी। मयाध्यक्षेण प्रकृति सूयते सा चराचरं हेतुनानेन कौन्तेय जगद्विपरिवर्तते. सिमी माताजी. हरे कृष्णा। मयाध्यक्षेण प्रकृति सूयते सचराचरं हेतुनानेन कौन्तेय जगद्विपरिवर्तते. कृष्ण पार्वती माताजी. हरे कृष्णा। मयाध्यक्षेण प्रकृति सूयते सचराचरं हेतुनानेन कौन्तेय जगद्विपरिवर्तते परिवर्तते। हरि बोल बबीता माताजी. മ്യൂട്ടിലാണ്. മാറ്റാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു പ്രഭുജി. ഓക്കെ. ശാന്തരൂപ പ്രഭു വായിക്കാൻ പറ്റുമോ? ഓഫീസിലാണ്. ഡ്യൂട്ടിയിലാണ്. ഹരേ കൃഷ്ണ. ശരി, ഓക്കെ. ഹരേ കൃഷ്ണ. ഓക്കെ. मयाध्यक्षेण प्रकृति सूयते सचराचरं हेतुनानेन कौन्तेय जगद्विपरिवर्तते. This material nature, which is one of my energies, is one working under my direction. O son of Kunti, producing all moving and non-moving beings. Under its rules, this manifestation is created and annihilated again and again. ബ്രഹ്മസംഹിതയിലെ ശ്ലോകം ഏതാണ്? സൃഷ്ടിസ്ഥിതി പ്രളയ സാധന ശക്തിരേഖ ഇച്ഛാനുരൂപം അല്ലെന്താ പറയണത്? ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് പ്രകൃതി വർക്ക് ചെയ്യുന്നത്. എവിടെയും അതന്നെ പറയണത്. ദിസ് മെറ്റീരിയൽ നേച്ചർ വിച്ച് ഇസ് വൺ ഓഫ് മൈ എനർജീസ് ഈസ് വർക്കിംഗ് അണ്ടർ മൈ ഡയറക്ഷൻ. മയ അധ്യക്ഷേന പ്രകൃതി, എന്റെ അധ്യക്ഷതയില്, എന്റെ സൂപ്പർവിഷനില്, എന്റെ മേൽത്തോട്ടത്തില്. അപ്പോ ആരാണ് ഉയർന്ന സ്ഥലത്ത്? ആരാണ് സുപ്പീരിയർ, ആരാണ് ഇൻഫീരിയർ? ഭഗവാൻ പറയുന്നു മായ അധ്യക്ഷ, എന്റെ അധ്യക്ഷതയില്, എന്റെ സൂപ്പർവിഷനില്, എന്റെ മേൽനോട്ടത്തിലാണ് പ്രകൃതി വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആരാണ് സുപ്പീരിയർ? പ്രകൃതിയാണോ ഭഗവാനാണോ? ആരാണ് സുപ്പീരിയർ?
ഭഗവാൻ പ്രഭു. ആ, ഭഗവാനാണ്. പിന്നെ എങ്ങനെ ഭഗവാൻ ആ പ്രകൃതിയുടെ അധീനത്തിൽ വരുന്നത്? പറയാൻ സാധിക്കില്ല അല്ലേ? ഭഗവാൻ ആ പ്രകൃതിയുടെ അധീനത്തിൽ, ഭഗവാന്റെ അധ്യക്ഷതയിലാണ് ഇത് പ്രകൃതി എല്ലാം വർക്ക് ചെയ്ത് പറഞ്ഞ ഭഗവാൻ ഒരു പ്രകൃതിയുടെ ഒരു പ്രൊഡക്റ്റ് അല്ല. പക്ഷെ മറ്റ് ചില ഫിലോസഫി സിദ്ധാന്തങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ ഭഗവാൻ മായയുടെ ഒരു പ്രൊഡക്റ്റ് ആണ്. ഈസ് അണ്ടർ മായ. ഇവിടെ ഭൗതിക ലോകത്തില് ഒരു രൂപം എടുത്ത് വരുന്നു, മായയാണ് ടോപ്പില്. അതാണ് മായാവാദം. മായ, ഈ ശക്തിയാണ് ടോപ്പ് മോസ്റ്റ്. ആ ശക്തി ഒരു രൂപമെടുത്ത് വരുന്നതാണ് ഭഗവാൻ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ആരാണ് സുപ്പീരിയർ? ശക്തി. വ്യക്തി ഇൻഫീരിയർ ആയി. പക്ഷെ ഇവിടെ ഭഗവാൻ സ്വയം പറയുന്നു, എൻ്റെ അധ്യക്ഷതയിലാണ്, എൻ്റെ അധീനത്തിനാണ് മായശക്തി. എൻ്റെ താളത്തിനാണ് ശക്തി തുള്ളുന്നത് മായ, അല്ലെങ്കിൽ പ്രപഞ്ചം, അല്ലെങ്കിൽ പ്രകൃതി വർക്ക് ചെയ്യുന്നത്. അപ്പോ ആ സിദ്ധാന്തം നമുക്ക് അവിടെ റിഫ്യൂട്ട് ചെയ്യാം. ഭഗവാൻ സ്വയം പറയുന്നു, ഞാനാണ് ഇതിന്റെ കൺട്രോളർ, ഞാനാണ് ഇതിന്റെ പ്രൊപ്പറേറ്റർ, ഞാനാണ് ഇതിന്റെ മാസ്റ്റർ, എൻജോയർ, എല്ലാം ഭഗവാനാണ്. അപ്പം ആ മായാവാദ ഫിലോസഫിയെ നമുക്ക് റെഫ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ശ്ലോകമാണിത്. മായ അധ്യക്ഷേണ പ്രകൃതി സൂയത്തെ സചരാചരം ഏതു നാനേന കൗന്ദേയ ജഗത് വിപരിവർത്തത. ഈ ജഗത്, പ്രപഞ്ചം വരുന്നതും പോകുന്നതും, അതായത് സൃഷ്ടിക്കപ്പെടുന്നതും അതിനെ സംഹാരം ചെയ്യുന്നതും ഞാൻ തന്നെയാണ്. അതിന്റെ ഫ്രീക്വന്റ് ഇന്റർവെലിന് അത് നടന്നുകൊണ്ടേയിരിക്കും. So it's clearly stated here that the Supreme Lord, although aloof from all the activities of the material world, remains the Supreme Director. വളരെ ക്ലിയർ ആണ്, വളരെ ക്ലാരിറ്റിയോടുകൂടി പ്രഭുവാദ പർപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ്? although is aloof, ഭഗവാൻ ഡയറക്ട്ലി ഇൻവോൾവ് അല്ല, ഭഗവാന്റെ ശക്തിയെ ഓഥറൈസ് ചെയ്തിരിക്കുകയാണ്. ബട്ട് സ്റ്റിൽ അണ്ടർ ഹിസ് സൂപ്പർവിഷൻ, ഭഗവാന്റെ ആ ഗൈഡൻസിൽ, അധ്യക്ഷതയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ഒരു രാജ്യത്ത് പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ്, ഗവർണറോ ചീഫ് മിനിസ്റ്റർ ആരാണെങ്കിലും അവർ ഡയറക്ട്ലി പ്രസന്റ് അല്ല ഓരോ കാര്യത്തിലും. പക്ഷെ അവരുടെ ഗവർണൻസ്, അവരുടെ നിയമങ്ങള് ത്രൂ അവർ ഭരിക്കുന്നു. അപ്പൊ ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് ഹിസ് പ്രസൻസ്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഗവർണറോ ചീഫ് മിനിസ്റ്ററോ പ്രൈം മിനിസ്റ്ററോ പ്രസിഡന്റോ ഇല്ല, അവരുടെ പ്രസൻസ് ഇല്ല. ബട്ട് സ്റ്റിൽ അവരുടെ നിയമപ്രകാരമാണ് ഇതെല്ലാം നടക്കുന്നത്. അതേപോലെ ഭഗവാന്റെ നിയമപ്രകാരമാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. പക്ഷെ അതേസമയം ചീഫ് മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റും ഒന്നും ഫിസിക്കലി അവിടെ പ്രസന്റ് അല്ലെങ്കിൽ കൂടി ഭഗവാൻ അതിനെ തരണം ചെയ്തു. എങ്ങനെ? ഹീസ് പേഴ്സണലി പ്രസന്റ് also, but he is aloof also. He is personally present and he is aloof also. എങ്ങനെ? How is it? Although aloof from പ്രഭുജി ഉദ്ദേശിച്ച് എന്താ അല്ല, എന്താ പ്രഭുജി ഉദ്ദേശിച്ച്? ഞാൻ ഭഗവാൻ താമരയിലെ എക്സാമ്പിൾ ആണ് പറയാൻ പറഞ്ഞത്. അല്ല, although aloof from all the activities of an remains the supreme director. നമ്മളിപ്പോ ഞാൻ ഒരു ഉദാഹരണം, ഗവർണർ അവിടെ പ്രസന്റ് അല്ല ഡയറക്ട്ലി പേഴ്സണലി, ബട്ട് ത്രൂ ഹിസ് ഗവർണൻസ് ഹിസ് ഏജൻസീസ്. അതുപോലെ ഭഗവാന്റെ ശക്തിയിലൂടെ ഭഗവാൻ പേഴ്സണലി പ്രസന്റ് ആണ് ഇവിടെ. അദ്ദേഹം നിയന്ത്രിക്കുന്നു, നിയന്ത്രാവാണ്, സ്രഷ്ടാവാണ്, എല്ലാമാണ്. ആൻഡ് ഹീസ് എലൂഫ്, അതിൽ യാതൊരു ഇതുമില്ല, ഇന്റലിജൻസും ഇല്ല, ഇൻവോൾവ്മെന്റും ഇല്ല. ത്രൂ ഹിസ് ഏജൻസി പ്രകൃതി അതെല്ലാം നടത്തുന്നു. ആൾദോ ഹിസ് പ്രസന്റ്, അദ്ദേഹം ചെയ്യുന്നത് എന്താണ്? സാക്ഷ്യം വഹിക്കുന്നു പരമാത്മാവിന്റെ രൂപത്തിൽ, അല്ലെ, ഓരോ കാര്യങ്ങളും. സോ ഹിസ് പ്രസന്റ് ആൾസോ പേഴ്സണലി, വിച്ച് ദ ഗവർണർ ഓർ പ്രസിഡന്റ് കനോട്ട് ബി. അല്ലെ, ഭൗതിക ലോകത്തില്
ഒരു ഗവർണറോ ഒരു പ്രസിഡന്റോ അവരുടെ ഭരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സംഗതി പോയിക്കൊള്ളും. ബട്ട് ഈസ് നോട്ട് പേഴ്സണലി പ്രസന്റ്. ബട്ട് ഹിയർ ഭഗവാൻ ഈസ് പേഴ്സണലി പ്രസന്റ് ഇൻ ഈച്ച് ആൻഡ് എവറി ആറ്റം to witness everything. Although he is aloof, he still remains the Supreme Director. So Supreme Lord is the supreme will and the background of this material manifestation. But the management is being conducted by the material nature. അപ്പോൾ ഈ പ്രകൃതിയുടെ ആ മാനേജ്മെന്റിന്റെ ചുമതല ആർക്കാ കൊടുത്തിരിക്കുന്നത്? ഭഗവാൻ തന്നെ മായാശക്തിക്ക്, എക്സ്റ്റേണൽ എനർജിക്കാണ് കൊടുത്തിരിക്കുന്നത്. Krishna also states in the Bhagavad Gita that of all the living entities in different forms and species, I am the Father. Aham bija pradapita. I am the seed-giving Father. അപ്പോൾ ഇതിന്റെ ഉത്ഭവസ്ഥാനം, സോഴ്സ് ആരാണ്? ഭഗവാനാണ്. Ultimately, he is our Supreme Father. Because aham sarvasya prabho. Everything emanates from me. That's why he is the Supreme Father. The father gives seeds to the womb of the mother for the child, and similarly the Supreme Lord by his mere glance injects all the living entities into the womb of this material nature, and they come out in their different forms and species according to their last desires and activity. അപ്പോൾ എങ്ങനെ ഒരു ഫാദർ, അച്ഛൻ അമ്മയിലൂടെ സന്താനങ്ങളെ ഉത്പാദിക്കുന്നു, അതേപോലെ സുപ്രീം ഫാദർ injects all the living entities into this material nature through his glands. അതായത് ദൃഷ്ടി പതിപ്പിച്ചിട്ട് സൃഷ്ടി നടത്തുന്നു. ദൃഷ്ടിയിലൂടെ സൃഷ്ടി. നമ്മളുടെ മനുഷ്യരെല്ലാം ചെയ്യാൻ പറ്റുമോ ദൃഷ്ടിയിലൂടെ? ഇല്ല, അല്ലേ? അപ്പൊ ഈ സൃഷ്ടി ഭഗവാന്റെ ഗ്ലാൻസ് കൊണ്ടാണ്. ആ ഭഗവാന്റെ ഗ്ലാൻസിനെ കൊണ്ടുപോകുന്ന ആരാണ് ഈ മെറ്റീരിയൽ നേച്ചറിലേക്ക്? ഭഗവാൻ ക്ലാൻസ് ചെയ്യുന്നു. മഹാവിഷ്ണു ഗ്ലാൻസിങ്. ആ ഗ്ലാൻസിനെ ക്യാരി ചെയ്യുന്ന ആരാണ്? പാർവതി ദേവിയാണ് മെറ്റീരിയൽ. എനിക്ക് മനസ്സിലാവില്ല. ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. I'll read once again. The father gives seeds to the womb of the mother for the child, and similarly the Supreme Lord by his mere glance injects all the living entities into the womb of the material nature. അപ്പൊ എല്ലാ ജീവജാലങ്ങളും ഭഗവാനിലായിരുന്നു, അതായത് മഹാവിഷ്ണുവായിരുന്നു. അപ്പോൾ ഈ മെറ്റീരിയൽ മാനിഫെസ്റ്റേഷൻ നടക്കുന്ന സമയത്ത് അവരെല്ലാം തിരിച്ച് ഉണർത്തിക്കൊണ്ടിരണം. അവരുടെ അവസാനത്തെ ഫിസിക്കൽ നേച്ചറിലുള്ള ആഗ്രഹങ്ങളും കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ശരീരം കൊടുക്കണം. അപ്പൊ പ്രകൃതിയെ സൃഷ്ടിക്കപ്പെടുമ്പോൾ ഭഗവാൻ ദൃഷ്ടി പതിപ്പിക്കുന്നു മെറ്റീരിയൽ നേച്ചറിൽ. അപ്പോൾ എല്ലാ ലിവിങ് എൻറ്റിറ്റീസും അതിനെ ഇഞ്ചക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്. ആ ദൃഷ്ടി, ആ ഗ്ലാൻസിനെ ആരാണ് ക്യാരി ചെയ്യുന്നത്? മായാദേവിയാണോ പ്രഭുജി? ലോർഡ് ശിവയാണോ പ്രഭുജി? ലോർഡ് ശിവ ഈസ് ദ കാരിയർ. സോ ദാറ്റ്സ് വൈ പല ആളുകൾക്കും ലോർഡ് ശിവ ഈസ് അവർ ഫാദർ. യെസ്, ഈസ് അവർ ഫാദർ ഇൻ ദ മെറ്റീരിയൽ നേച്ചർ. പാർവതി ഈസ് അവർ മദർ. ബട്ട് ദ സുപ്രീം ഫാദർ ഈസ് ലോർഡ് കൃഷ്ണ ഓർ വിഷ്ണു. കാരണം വെച്ചാൽ അദ്ദേഹത്തിന്റെ സൃഷ്ടിയാണ് ഇദ്ദേഹം ക്യാരി ചെയ്തിട്ട് മദർ നേച്ചർ. സോ മദർ നേച്ചർ പാർവതി റിപ്രസെന്റ് ചെയ്യുന്നു. ഫാദർ ഓഫ് ദിസ് മെറ്റീരിയൽ വേൾഡ് ലോർഡ് ശിവ, ബിക്കോസ് ഹി ക്യാരീസ് ദ ജീവാസ്. അതായത് ഭഗവാൻ വിഷ്ണു ഗ്ലാൻസിൽ ചെയ്യുന്നത് അത് ക്യാരി ചെയ്തിട്ട് മദർ മെറ്റീരിയൽ നേച്ചറിൽ നിക്ഷേപിച്ചിട്ട് എല്ലാ ജീവജാലങ്ങൾക്കും അവരുടെ ആഗ്രഹത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ ശരീരം കൊടുക്കുന്നു പ്രകൃതി. ആണ് അവിടെ പറയുന്നത്. സോ ഹിസ് മിയർ ഗ്ലാൻസ് ഇൻജെക്ട്സ് ഓൾ ദ ലിവിങ് എനർജീസ് ഇൻടു ദ womb of material nature, and they come. Just for example, ഹനുമാൻ ആരുടെ പുത്രനാണ്? ആരുടെ പുത്രനാണ് ഹനുമാൻ? വായു വായുപുത്രൻ, ആഞ്ജനേയ
അഞ്ജനയുടെ വായുപുത്രൻ അല്ലേ? വായു. എന്തുകൊണ്ട് വായുവിന്റെ പുത്രൻ എങ്ങനെയായത്? ഹനുമാന്റെ അമ്മയുടെ അച്ഛന്റെ പേരെന്താ? ആഞ്ജനേയൻ അല്ലേ? പഞ്ചന അഞ്ജന അച്ഛന്റെ കേസരി. അഞ്ജനൻ കേസരി അല്ലേ? പിന്നെ എങ്ങനെ വായുപുത്രനാവണം? പിന്നെ എന്തുകൊണ്ടാണ് വായുപുത്രൻ? അവരുടെ മകനാണെങ്കിൽ തീർച്ചയായിട്ടും ആഞ്ജനേയൻ എന്ന് പിള്ള അറിയാം, പേരിൽ അറിയപ്പെടുന്നുണ്ട്. പക്ഷേ വായുപുത്രൻ എന്ന് പറയും. എന്തുകൊണ്ട് വായുപുത്രൻ പറയാൻ കാരണം? ആക്ച്വലി ഹീ ഈസ് ദ സൺ ഓഫ് വായു, ബട്ട് ആ വീര്യത്തിനെ ഈ ഭൗതിക ലോകത്തിലെ മാതാപിതാക്കളുടെ ത്രൂ വന്നു എന്ന് മാത്രം. എങ്ങനെ നമ്മളെല്ലാം ഭഗവാന്റെ പുത്രന്മാരാണ്, പക്ഷെ ഭൗതിക ലോകത്തിൽ അതിന്റെ കരിയറായിട്ട് വന്നത് ലോർഡ് ശിവ. അതേപോലെ തന്നെ അപ്പൊ അതുകൊണ്ട് ചില ആൾക്കാർ പറയും ലോർഡ് ശിവ ഈസ് അവർ ഫാദർ. യെസ്, ഹി ഈസ് ആൾസോ അവർ ഫാദർ. ഈസ് എ കോസ്, ഈസ് എ ഇന്റർമീഡിയറി കോസ്, ബട്ട് ദ ഒറിജിനൽ കോസ് ഈസ് വിഷ്ണു. So, Supreme Lord by his mere glance injects all the living entities into the womb of the material nature, and they come out in their different forms and species. And then different forms, species, according to their last desires and activities. അപ്പോൾ നമ്മള് മഹാവിഷ്ണുവിലേക്ക് പോണ സമയത്ത് ഉണ്ടായിരുന്നുള്ള ആ ഇംപ്രഷൻസ്, ആ സംസ്കാരങ്ങൾ, ആ കർമ്മം, അത് അടുത്ത സൃഷ്ടി വരെ ഡോർമെന്റ് ആണ്. സൃഷ്ടി വരുമ്പോൾ ആ ആഗ്രഹത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തില് നമുക്ക് പുതിയ പുതിയ ശരീരം തരുന്നു. അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ബ്രഹ്മാവിനാണ് കൊടുത്തിരിക്കുന്നത്, മദർ നേച്ചർ. അതുകൊണ്ടാണ് ബ്രഹ്മാവിനെ സെക്കൻഡറി ക്രിയേറ്റർ എന്ന് പറയുന്നത്. All these living entities, although born under the glance of the Supreme Lord, take their different bodies according to their past deeds and desires. അപ്പൊ ഇതൊരു ചക്രം, കാലചക്രം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സൃഷ്ടി, സ്ഥിതി, പ്രളയ. ഓക്കെ, വീണ്ടും സൃഷ്ടി, സ്ഥിതി, പ്രളയം, വീണ്ടും സൃഷ്ടി. അപ്പൊ ഫ്രീക്വന്റ് ഇന്റർവെല്ലില് മാനിഫെസ്റ്റേഷൻ, അൺമാനിഫെസ്റ്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് മയ അധ്യക്ഷണ പ്രകൃതി സൂയദേശ ചരാചരം ഹേതു നാനേന കൗന്ദയ ജഗത് വിപരിവർത്തതേ. കമ്മിങ് ആൻഡ് ഗോയിങ്. അത് എവിടെ തുടങ്ങി എവിടെ അവസാനിക്കും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് മുക്തി കിട്ടിയിട്ട് ഫൈനലി ഭഗവാനെ ആശ്രയിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ ചക്രത്തിൽ നിന്ന് മുക്തി കിട്ടിയിട്ട് നമ്മൾ വൈകുണ്ഠത്തിലോ അല്ലെങ്കിൽ ഗോലോകത്തിലോ പോകുന്നത്. അപ്പൊ നമുക്ക് മഹാവിഷ്ണുവിന് പോകേണ്ട ആവശ്യമില്ല. മഹാവിഷ്ണുവിന് പോകുന്നത് ഒരു പെർമനന്റ് ആയിട്ടുള്ളല്ല, പെർമനന്റ് സെറ്റിൽമെന്റ്, ടെമ്പററി സെറ്റിൽമെന്റ്. അൺമാനിഫെസ്റ്റേഷൻ നടക്കുന്ന സമയത്ത് മാത്രം മഹാവിഷ്ണുവിൽ പോകുള്ളൂ. മാനിഫെസ്റ്റേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ച് പ്രപഞ്ചത്തിലേക്ക് വരുന്നു. So the Lord is not directly attached to this material creation. Although he is the supreme cause, supreme creator, but he is not directly attached. Because ഇതെല്ലാം തന്റെ പ്രകൃതി എക്സ്റ്റേണലിലേക്ക് കൊടുത്തിരിക്കുന്ന ഔട്ട്സോഴ്സിംഗ് ആണ്. ഔട്ട്സോഴ്സ് ചെയ്തു. But still he remains the supreme director. He simply glances over material nature. Material nature is thus activated and everything is created immediately. Because he glances over the material nature, there is undoubtedly activity on the part of the Supreme Lord, but he has nothing to do with the manifestation of the material world directly. Through his agents he is doing. This example is given in the Smriti. When there is a fragrant flower before someone, fragrance is touched by the smelling power of the person, yet the smelling and the flower are detached from one another. Okay, ഉദാഹരണം, ബ്യൂട്ടിഫുൾ ഉദാഹരണം അല്ലേ? ഒരു ഫ്രാഗ്രന്റ് ഫ്ലവർ ഉണ്ട്, അത് നമ്മളുടെ നാസികയുടെ അടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ദൂരം വായു അത് കൊണ്ടിരുന്നു, നമുക്ക് ആ സുഗന്ധം അനുഭവപ്പെടുന്നു. പക്ഷെ സ്റ്റിൽ ദ ഫ്രാഗ്രൻസ് ഇസ് ടച്ച്ഡ് ബൈ ദ സ്മെല്ലിംഗ് പവർ ഓഫ് ദ പേഴ്സൺ, yet the smelling and the flower are detached from one another.
It's not same. Detached from one another. Smelling and the flower. So there is similar connection between the material world and the Supreme Personality of Godhead. Actually, he has nothing to do with this material world, but he creates by his glands and ordains. In summary, material nature without the superintendence of the Supreme Personality of Godhead cannot do anything, yet the Supreme Personality is detached from all material activities. അപ്പം നേരത്തെ മാതാജി രൂപേശ്വരി മാതാജി പറഞ്ഞ പോലെ ഒരു താമരയുടെ ഉദാഹരണം. ഓക്കെ, അത് വെള്ളത്തിലാണ്, ചളിവെള്ളത്തിലാണെങ്കിലും ചളിവെള്ളമായിട്ട് യാതൊരു സമ്പർക്കവുമില്ല, ടോട്ടലി അലൂഫ്. അതുപോലെ ഭഗവാന്റെ ക്രിയേഷൻ ആണെങ്കിലും കൂടിയിട്ട് ഭഗവാൻ ടോട്ടലി അലൂഫാണ്, അതിനോട് യാതൊരു സമ്പർക്കവുമില്ലാത്ത രീതിയിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, എനി പോയിന്റ്സ്? നെക്സ്റ്റ് ശ്ലോകം 11. അവജാനന്തി മാമൂഢ മാനുഷ്യം തനുമാശ്രിതം പരം ഭാവമജാനന്ദോ മമ ഭൂത മഹേശ്വരം. എല്ലാവരും വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. അവജാനന്തി മാം മൂഢാ മാനുഷ്യം തനുമാശ്രിതം പരം ഭാവം അജാനന്ദോ മമ ഭൂത മഹേശ്വരം. എല്ലാവരും വായിച്ചോളൂ. अवजानन्ति मां मूढा मानुषीं तनुमाश्रितं परं भावम् अजानन्तो मम भूता महेश्वर. Hare Krishna. Avajananti mam mooda manusim tanumashritam param bhavam ajananto mama bhuta maheshwaram. ഹരേ കൃഷ്ണ. ഓക്കെ. അവജാനന്തി മാം മൂഢാ മാനുഷീം താനുമാശ്രിതം പരം ഭാവം അജാനന്തോ മമ ഭൂതാ മഹേശ്വരം. ഹരിബോൾ. Translation: Fools deride me when I descend in the human form. They do not know my transcendental nature as the Supreme Lord of all that be. അവജാനന്തി മാം മൂഢ, അതായത് വിഡ്ഢികള്, മൂഢന്മാര്, ഞാൻ മനുഷ്യരൂപത്തിൽ വരുമ്പോൾ എന്നെ അവര് സാധാരണ വ്യക്തിയായിട്ട് അവരിൽ ഒരാളായിട്ട് കാണുന്നു. ഇതിനോട് അവർക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ ആ ദിവ്യമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള നേച്ചർ, ആ പ്രകൃതി. And as the Supreme Lord of all that be, എല്ലാവരുടെയും സുപ്രീം ആയിട്ടാണ്, സുപ്രീം ഫാദറാണ്, സുപ്രീം ലോർഡാണ് എന്നുള്ള ആ അവസ്ഥ അവർ മനസ്സിലാക്കുന്നില്ല എന്നാണ് പറയുന്നത്. So from the other explanations of the previous verses in this chapter, it is clear that the Supreme Personality of Godhead, although appearing like a human being, is not a common man. The Personality of Godhead, who conducts the creation, maintenance, and annihilation of the complete cosmic manifestation, cannot be a human being. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യനായിട്ട് ഇവിടെ അവതരിക്കുന്നത് ഭഗവാൻ? അതിന്റെ കാരണം എന്താ? മനുഷ്യനായിട്ട് ഭഗവാൻ എന്തുകൊണ്ടാണ് അവതരിക്കുന്നത്? റീസൺ ഭഗവാന്റെ പ്രസൻസ് ഡിവോട്ടീസിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ല, മനുഷ്യനായിട്ട് മനുഷ്യരൂപത്തില് വരുന്നു. കാരണം എന്താ? ഡിവോട്ടീസിന് ഭഗവാന്റെ പ്രസൻസ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് ആദ്യം പറഞ്ഞത് അല്ലേ? ഓക്കെ, ശരിയാണ്. പക്ഷെ എങ്കിലും ടു ബി പ്രിസൈസ്, എന്തുകൊണ്ട് മനുഷ്യരൂപത്തിൽ വന്നു? എന്തുകൊണ്ട് സച്ചിദാനന്ദ ഫോമിൽ വന്നില്ല? നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഭഗവാന്റെ സച്ചിദാനന്ദ ഫോമിനെ കൺസീവ് ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ ഭൗതിക ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഭഗവാന്റെ
ആധ്യാത്മിക രൂപം കാണാൻ പറ്റില്ല. ഭഗവാൻ സ്പിരിച്വൽ ഫോമിൽ വന്നാൽ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഒരു മനുഷ്യ രൂപം എടുത്തു വന്നു, നമ്മളെ പോലെ ശരീരം എടുത്തു വന്നു. ബട്ട് സ്റ്റിൽ ആ ശരീരം എടുത്താലും ഭഗവാന്റെ ശരീരം മാറ്റർ അല്ല, ഭൗതികമല്ല, അത് ആധ്യാത്മികമാണ്. നമ്മൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി മാതാജി പറഞ്ഞ പോലെ നമ്മൾക്ക് പ്രസൻസ് ആ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഒരാളായിട്ട് ഇവിടെ വരുന്നു. അങ്ങനെ വന്നാലും കൂടിയിട്ട് അദ്ദേഹത്തിനുണ്ട്, ബ്ലഡ് ഉണ്ട്, അതൊക്കെ എല്ലാം കാണും. അദ്ദേഹത്തിനും നമ്മൾ അനുഭവിക്കുന്ന എല്ലാം അനുഭവിക്കുന്ന തോന്നുന്നു നമുക്ക്. പക്ഷെ ഈസ് നോട്ട്, ഈസ് എബവ് ഓൾ ദാറ്റ്. സമൂഹം സർവഭൂതേഷു, എല്ലാവർക്കും ഈക്വൽ ആണ് അദ്ദേഹം. അപ്പൊ ഭഗവാന്റെ സച്ചിദാനന്ദ രൂപത്തിൽ ഭഗവാൻ വരികയാണെങ്കിൽ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റില്ല, അതിനുള്ള ഇന്ദ്രിയങ്ങൾ നമുക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ ഒരു മനുഷ്യന്റെ രൂപത്തില് നമ്മൾ ഒരാളെ പോലെ വന്നിരിക്കുന്നത്. പക്ഷെ അത് കാണുമ്പോൾ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും, ഈ കൃഷ്ണനും നമ്മൾ ഒരാളാണ്. അതാണ് ഇവിടെ അവജാനന്തി മാമൂഢ മാനുഷ്യം തനുമാശ്രിതം പരം ഭാവം അജാനന്ദോ മമ ഭൂത മഹേശ്വരൻ. അപ്പോ ഞാൻ ഈ മഹേശ്വരനാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഞാനും അവരിൽ ഒരാളാണെന്ന് തെറ്റിദ്ധരിക്കുന്ന മൂഢന്മാരാണ് ഇവിടെ മിക്കവാറും. So the personality of God who conducts the certain the creation, maintenance and annihilation of the complete cosmic mission cannot be a human being. നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെ സൂപ്പർ ഡ്യൂപ്പർ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു വ്യക്തി ഒരിക്കലും ഒരു സാധാരണ വ്യക്തി അല്ലാതെ നമ്മൾ ആ ലീലകളിൽ നിന്ന് മനസ്സിലാക്കണം. ഒരുപാട് ലീലകൾ ഭഗവാൻ ഇവിടെ കളിച്ചിട്ടുണ്ട് അല്ലേ? ഗോവർദ്ധൻ ലിഫ്റ്റിംഗ്, ഓക്കെ, ഒരുപാട് അസുരന്മാരെ വധിച്ചിട്ടുണ്ട്. സാധാരണ വ്യക്തികൾ ചെയ്യാൻ പറ്റുന്നതാണത്. അപ്പൊ ഭഗവാന്റെ പൊസിഷൻ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള ലീലകളെല്ലാം ഭഗവാൻ, എന്നിട്ടും അത് മനസ്സിലാക്കാത്ത വിഡ്ഢികളുണ്ട് ഇവിടെ. ഇത്രയെല്ലാം കാണിച്ചതിനും ഭഗവാനെ സാധാരണ വ്യക്തിയായിട്ട് ദുര്യോധനൊക്കെ പറഞ്ഞു ഇദ്ദേഹം മായാവി എന്ന് പറഞ്ഞു. ഗോപബാലനാണ്, ഒരു കവേർഡ് ബോയ്, ഈസ് എ മായാവി അങ്ങനെ ദുര്യോധനൻ പറയുന്നു. അതുകൊണ്ടാണ് മൂഢന്മാരെ എന്ന് പറയുന്നത്. Yet there are many foolish men who consider Krishna to be merely a powerful man and nothing more. Actually, he is the original Supreme Personality of Godhead, as is confirmed in the Brahma Samhita. Ishvara Parama Krishna Sachidananda Vigraha Anad Adir Govinda Sarva Karana Karmi. ഇവൻ ബ്രഹ്മാവും കൂടിയിട്ട് അത് ശരിവെച്ചിട്ടുണ്ട്. ഈശ്വര പരമകൃഷ്ണ, ഈശ്വരനാരാണ് പരം കൃഷ്ണൻ, സുപ്രീം ഈശ്വരൻ. നമാമീശ്വരം സച്ചിദാനന്ദ രൂപം. അദ്ദേഹത്തിന്റെ രൂപം എങ്ങനെയാണ്? സച്ചിദാനന്ദമാണ്. പക്ഷെ ആ സച്ചിദാനന്ദ രൂപത്തില് വന്നാൽ നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഭഗവാൻ സ്വയം ഒരു മനുഷ്യ രൂപം എടുത്തിട്ട് ദ്വാപര യുഗത്തിന്റെ അവസാനം വന്നു. ഇപ്പൊ അതുമില്ല, നമുക്ക് അതും കാണാൻ പറ്റുന്നില്ല ഭഗവാൻ. എന്നാലും ഭഗവാന്റെ കമ്പാഷൻ, നമ്മളോടുള്ള കമ്പാഷൻ കാരണം ഭഗവാൻ ഏത് രൂപത്തിലാണ് വന്നിരിക്കുന്നത്? അർച്ചവിഗ്രഹ രൂപത്തിൽ. അപ്പോൾ ഡിവോട്ടിയായിട്ട് റെസിപ്രിക്കേഷൻ ചെയ്യാൻ ഈവൻ അർച്ചവിഗ്രഹം മതി. നമുക്ക് അതിനുള്ള ഒരു വേവ് ലെങ്ത് വേണം ഭഗവാനോട് സംസാരിക്കാനുള്ള. എന്താണ് ആ ലവ്, പ്യുവർ ലവ് ഉണ്ടെങ്കിൽ ഹി വിൽ റെസിപ്രിക്കേറ്റ്, നമ്മളോട് സംസാരിക്കും. സാക്ഷി ഗോപാലിന്റെ ആ സ്റ്റോറിയില് ബ്രാഹ്മണൻ പറയുന്നുണ്ടല്ലോ, എന്നെ അവിടേക്ക് വരണം, ഗ്രാമത്തിൽ കയറണം, സാക്ഷ്യം വഹിക്കണം. അതായത് ഈ ഓൾഡ് ബ്രാഹ്മണൻ തന്റെ മകളെ എനിക്ക് കല്യാണം കഴിച്ചു തരാൻ വേണ്ടിയിട്ട് സമ്മതിച്ചാണ്. അങ്ങയുടെ മുമ്പിൽ വെച്ചിട്ട് സമ്മതിച്ചത്, അങ്ങയുടെ മുമ്പിൽ വെച്ച സാക്ഷ്യം, അങ്ങ് സാക്ഷിയാണ്. അപ്പൊ ആ സാക്ഷ്യത്തിന് വേണ്ടിയിട്ട്, സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് വരണം. അപ്പൊ പറഞ്ഞു, ഞാൻ ഡേറ്റ് ചെയ്യണം, എനിക്കങ്ങനെ നടക്കാൻ പറ്റുക. അപ്പോ ഈ ബ്രാഹ്മണൻ പറഞ്ഞു, യങ് ബ്രാഹ്മണൻ, ഇഫ് യു ക്യാൻ സ്പീക്ക് യു ക്യാൻ വാക്ക് ഓൾസോ. ഇഫ് യു ക്യാൻ സ്പീക്ക് യു ക്യാൻ വാക്ക് ഓൾസോ. അപ്പൊ പറഞ്ഞു ഓക്കെ ശരി നടന്നോളാൻ പറഞ്ഞു. പിന്നെ നടന്നു, വിദ്യാനഗർ വരെ നടന്നു. കണ്ടീഷനൊക്കെ വെച്ചു, തിരിഞ്ഞ് നോക്കരുത്, എനിക്ക് പ്രസാദമൊക്കെ ഉണ്ടാക്കി തരണം, അങ്ങനെ പല കണ്ടീഷൻ വെച്ചു. അതേപോലെ പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവര് സ്ഥലത്തെത്തിയപ്പോഴാണ് ഇതിന്റെ നൂപുരിന്റെ സൗണ്ട് കേൾക്കുന്നില്ലേ ഭഗവാന്റെ. അപ്പൊ എന്താ ഇല്ല തിരിഞ്ഞു നോക്കി, അപ്പോഴേക്കും അവിടെ എത്തിയിരിക്കുന്നു, സംഗതി അവിടെ എത്തി, സാക്ഷ്യം. അപ്പൊ ഡേറ്റ് സ്വയം നടന്നു വന്നു എന്ന് പറഞ്ഞില്ലേ.
അപ്പോൾ ഡെയിറ്റി ആണെങ്കിലും നമുക്ക് ആ ശ്രദ്ധ, നമുക്ക് ആ ഫേം ഫെയ്ത്ത്, അൺഫ്ലിഞ്ചിങ് ഫെയ്ത്ത് ഉണ്ടെങ്കിൽ ഭഗവാനായിട്ട് നമുക്ക് ഡീൽ ചെയ്യാം, സംസാരിക്കാം, എല്ലാം ചെയ്യും. രാമാനുജാചാര്യരുടെ അതായത് മുഗൾ സമയത്ത് മുഗൾ രാജകുമാർ ഒരുപാട് ഡെയ്റ്റീസിനെ, അമ്പലങ്ങൾ ഡിസ്ട്രോയ് ചെയ്തിട്ട് ഡെയ്റ്റീസിന്റെയും അവരുടെ ആഭരണങ്ങളും അവരെല്ലാം ഇത് കൊള്ളയടിച്ചു കൊണ്ടുപോകും. ആ സമയത്ത് രാമാനുജാചാര്യരുടെ ഒരു ഡെയ്റ്റി ഉണ്ടായിരുന്നു, അതും കൊണ്ടുപോയി. അപ്പൊ ഇതിനെ തിരിച്ചു കിട്ടണം. ആ രാജാവ് ഭയങ്കര അക്രമിയായിരുന്നു, ക്രൂരനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ മകളുടെ എന്തൊരു അസുഖം രാമാനുജാചാര്യർ ക്യൂർ ചെയ്തു. അപ്പൊ പ്രതിഫലമായിട്ട് എന്താണ് ആഗ്രഹിച്ചാൽ എന്താ വേണ്ടത് ചോദിച്ചോളം പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എനിക്ക് എൻ്റെ ഒരു ഡേറ്റ് ഉണ്ട്, നിങ്ങൾ കൊള്ളയടിച്ച് കൊടുന്നാണ്, അത് വേണം, അത് തിരിച്ചു വേണം. അപ്പോൾ കുഴപ്പമില്ല. അപ്പൊ ആ കൊണ്ടുവന്ന എല്ലാ ഡേറ്റീസും, അങ്ങനെ കൊണ്ടുവന്ന എല്ലാ ഡേറ്റീസും വലിയൊരു ഗോഡൌണിൽ നിറച്ചും ഡേറ്റീസ്, എല്ലാം അവര് ടെമ്പിൾ നശിപ്പിച്ച് കൊടുന്നാണ്. ഒരുപാടുണ്ട്. അപ്പൊ അതിലേതാ ഡേറ്റി എങ്ങനെ മനസ്സിലാക്കാം? അപ്പോ രാമാനുജാചാര്യർ അവിടെ ചെന്നിട്ട് ശെൽവ എന്ന് വിളിച്ചു. ശെൽവ എന്ന് പറഞ്ഞാൽ മൈ ഡിയർ, എൻ്റെ എൻ്റെ അപ്പൊ ശെൽവ എന്ന് വിളിച്ചപ്പോ ആ ഡേറ്റി ഓടി വന്നതാണ്. എന്നിട്ട് രാമാനുജാചാര്യരുടെ ഒക്കത്ത് കയറിയിരുന്നു. ഡേറ്റി പറഞ്ഞു, ലെറ്റ്സ് മൂവ് ഇമ്മീഡിയറ്റ്ലി, കാരണം വി കനോട്ട് ട്രസ്റ്റ് ദിസ് കിങ്, ഹി മേ അറ്റാക്ക് എനി ടൈം. ഡേറ്റി പറഞ്ഞു. ഉടനെ അവിടുന്ന് രാമാനുജാചാര്യർ ആ ഡേറ്റി എടുത്ത് പോയി എന്നാണ്. സോ ശുദ്ധഭക്തന്മാരായിട്ട് ഡീൽ ചെയ്യാൻ ഈവൻ ഡേറ്റി ഫോമിലും ചെയ്യും ഭഗവാൻ. നമുക്ക് ആ വിശ്വാസം ഉണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ ബ്രഹ്മവും എന്താ പറയണത്? ഈശ്വര പരമകൃഷ്ണ, കൃഷ്ണനാണ് പരമേശ്വരൻ. അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം. So there are many ഈശ്വരാസ്, കൺട്രോളേഴ്സ്, ആൻഡ് വൺ അപ്പിയേഴ്സ് ഗ്രേറ്റർ ദാൻ അനദർ. അപ്പൊ നമ്മളെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈശ്വരന്മാരാണ്. ഇനി കുറച്ചും കൂടി കൂടുതലുള്ള, അതിന് കൂടുതൽ അങ്ങനെ പല ഡിഫറെന്റ് ലെവൽ ഓഫ് ഈശ്വരാസ് ഉണ്ട്. ഓക്കെ, ഒരു ഫാമിലി കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തി, ഹെഡ് ഓഫ് ഫാമിലി, ഈശ്വരൻ. അത് കഴിഞ്ഞ് ഓഫീസിൽ വരെ ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ ചെയ്യുന്നു, അതൊരു ഈശ്വരൻ. അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഒരു കൺട്രോളർ ഉണ്ട്, അതൊരു ഈശ്വരൻ. പിന്നെ അതിലും മീതെ ഈശ്വരൻ. അങ്ങനെ പല വിധത്തിലുള്ള, പല ഡിഗ്രിയിലുള്ള ഈശ്വരന്മാരുണ്ട്. പക്ഷെ സുപ്രീം ഈശ്വരൻ ഒരാളുണ്ട്. നമ്മളൊക്കെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തില് ചെറിയ ചെറിയ മിനി ഈശ്വരന്മാരാണ്, മിനി കൺട്രോളേഴ്സ് ആണ്. ബട്ട് സുപ്രീം കൺട്രോളർ ഈസ് ഓൺലി വൺ. അല്ലേ? മതഃ പരതരം നാന്യത് കിഞ്ചിത് അസ്തി ധനഞ്ജയ മയി സർവം ഇതം പ്രോതം സൂത്രേ മണിഗണായോ. ഞാനല്ലാതെ വേറെ സത്യമില്ല. ഈസ് എ സുപ്രീം കൺട്രോളർ, ഈസ് എ സുപ്രീം പ്രൊപ്പറേറ്റർ, ഈസ് എ സുപ്രീം മാസ്റ്റർ, ഈസ് എ സുപ്രീം എൻജോയർ. അതാണ് സത്യം, പരമസത്യം. So we find some official or director, and above him there is a secretary, and above him is minister, and above him a president. Each of them is a controller, but one is controlled by another. In the Brahma Samhita it is said that Krishna is supreme controller, Parameshwara, Ishvara, Parama Krishna. There are many controllers undoubtedly, both in the material and the spiritual world. But Krishna is supreme controller, Ishvara, Parama Krishna, and his body is Satchidananda, നോൺ മെറ്റീരിയൽ. അപ്പോ ഒരു ഭൗതിക ശരീരം എടുത്ത് വന്നാലും ഇറ്റ് ഈസ് നോൺ മെറ്റീരിയൽ. എന്തിനാണ് അങ്ങനെ വരുന്നത്? നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് അതീന്ദ്രിയ ശക്തി ഇല്ല. നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് കാണാൻ ഉതകുന്ന വിധത്തിലുള്ള ഒരു ശരീരം എന്താണ്? മനുഷ്യ ശരീരം. അതെടുത്തു വന്നു. So material bodies cannot perform the wonderful acts described in previous verses. His body is eternal, blissful, and full of knowledge. Although he is not a common man, the foolish deride him and consider him to be a man. His body is called here Manushim, because he is acting just like a man, a friend of Arjuna's. Maya Javanika Chandam. അല്ലേ? കുന്തി മഹാറാണി എന്താ പറയുന്നത്? ഭഗവാൻ എങ്ങനെയാണ്? ഒരു എന്താണ് പറയാ, നടൻ, അല്ലെ, ആക്ടറെ പോലെ.
ഡ്രാമയിൽ പങ്കെടുക്കുന്ന ഒരു ആക്ടറെ പോലെ വേഷം മാറിയിട്ട് വരികയാണ്. വേഷം മാറിയിട്ട് വരാം. വേഷം മാറിയിട്ട് വരുന്ന ഒരു വ്യക്തിയെ നമുക്ക് നമ്മളുടെ വേണ്ടപ്പെട്ട ആളായിരിക്കും, മകനായിരിക്കും, അല്ലെങ്കിൽ ഭർത്താവായിരിക്കും, ഭാര്യയായിരിക്കും, വരുമ്പോൾ ഡ്രാമയിൽ ആക്ട് ചെയ്യാണ് വേഷം മാറിയിട്ട്, നമ്മളോട് പറയാണ്ട് ഞാൻ വേഷമെല്ലാം എടുക്കും. നമുക്ക് മനസ്സിലാവില്ല ആരാണെന്ന്. ഒരു ഡോക്ടറായിട്ടോ ഒരു ഇൻസ്പെക്ടറായിട്ടോ അല്ലെങ്കിൽ ഒരു കള്ളനായിട്ടോ എന്തെങ്കിലും വേഷം മാറിയിട്ട് വരും, നമുക്കറിയില്ല. ആ വേഷം മാറ്റിയിട്ട് സ്വയം തൻ്റെ വേഷം ഇടുമ്പോഴേ നമുക്കറിയാം ഇന്ന ആളാണെന്ന്. അതേപോലെ ഭഗവാൻ വേഷം മാറി വരും, ഒരു സാധാരണ മനുഷ്യന്റെ രൂപത്തിൽ വരികയാണ്. അതിൽ പല ആൾക്കാർക്കും അത് ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിവില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സൂപ്പർ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാണുമ്പോൾ ആചാര്യന്മാർക്ക് മനസ്സിലാക്കുന്നത് ഈസ് നോട്ട് ദ ഓർഡിനറി പേഴ്സൺ, ഈസ് ദ സെയിം സുപ്രീം ലോർഡ് മനസ്സിലാകുന്നു. So his body is called here Manushim because he is acting just like a man, friend of Arjuna's, a politician involved in the battle of Kurukshetra. In so many ways, he is acting just like an ordinary man, but actually his body, Satchidananda Vigraha, eternal bliss and knowledge, absolute. This is confirmed in the Vedic language also, Satchidananda Rupaya Krishnaya. Satchidananda Rupaya Krishnaya. Satchidananda Rupaya Krishna. I offer my obeisances unto the supreme personality of God and Krishna, who is the eternal blissful form of knowledge. Gopala Tapani Upanishad 1.1. There are other descriptions in the Vedic language also. Tam Ekam Govinda. Your Govinda, the pleasure of the senses and the cows. Govinda, Go Parnal, senses and cow also. അല്ലേ? അപ്പൊ ഇന്ദ്രിയങ്ങൾക്കും പശുക്കൾക്കും സന്തോഷം നൽകുന്നത്, ആനന്ദം നൽകുന്നതാണ് ഗോവിന്ദൻ. Satchidananda Vigraham, and your form is transcendental, full of knowledge, bliss and eternality. Gopal Tamani Upanishad 1.38. Despite the transcendental qualities of Lord Krishna's body, its full bliss and knowledge, there are many so-called scholars and commentators of Bhagavad Gita who deride Krishna as not him. Even Bhagavad Gita ki commentary ചെയ്ത ആൾക്കാരെ ഭഗവാൻ കൃഷ്ണനെ ഒരു സാധാരണ വ്യക്തിയായിട്ട് ഭഗവത്ഗീതയിൽ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതാണ് വലിയ തെറ്റ് പ്രഭാതം കാണിക്കുന്നത്. ഇത്രയെല്ലാം ദിവ്യമായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ടായിട്ടും ഭഗവാനെ മാനിക്കാതെ ഒരു സാധാരണ വ്യക്തിയായിട്ട് അവർ കാണുന്നു കൃഷ്ണനെ. The scholar may be born an extraordinary man due to his previous good work, but this conception of Sri Krishna is due to profound of knowledge. പഴയ മുൻ ജന്മത്തെ നല്ല നല്ല സുഹൃതി കാരണം ഒരു സ്കോളറായിട്ടോ ഫിലോസഫറായിട്ടോ ഒക്കെ ജനിക്കാം, അതിനുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും ഭഗവാൻ കൃഷ്ണനെ മനസ്സിലാക്കാനുള്ള ആ സുഹൃതി അവർക്കില്ല. കാരണം ഡ്യൂ ടു പുവർ ഫണ്ട് ഓഫ് നോളേജ് അവർക്ക് അതിനുള്ള സുഹൃതി ഇല്ല. Therefore he is called Mudha. For only foolish persons consider Krishna to be an ordinary human being. Foolish consider Krishna as an ordinary being because they do not know the confidential activities of the Supreme Lord and his different energies. They do not know that Krishna's body is a symbol of complete knowledge and bliss, that he is the proprietor of everything that be, and that he can award liberation to anyone. Because they do not know that Krishna has so many transcendental qualities, they deride him. Nor do they know that the appearance of the Supreme Personality of Godhead in this material world is a manifestation of his internal energy. ഭഗവാൻ ഏത് എനർജിയിൽ കൂടെ ഭഗവാൻ അപ്പിയർ ചെയ്യുന്നത്? ത്രൂ ഹിസ് ഇന്റേണൽ എനർജി, അന്തരാംഗ ശക്തിയിൽ കൂടെയാണ് ഭഗവാൻ. അല്ലാതെ ബഹിരാംഗ ശക്തിയിലല്ല വരുന്നത്, അന്തരാംഗ ശക്തി. He is the master of the material energy, as has been explained in several places. Mama Maya Durataya. Prakriti Kriyamana. What is that shloka?
ദേവീഹേശ ഗുണമയ ദേവീഹേശ ഗുണമയി മമ മായ ദുരതയ മാം ഏവയെ പ്രപദ്യന്തേ മായാമേതം തരന്തീത്. അപ്പൊ ഭഗവാന്റെ ആ എനർജിയെ തരണം ചെയ്യാൻ അത് നമുക്ക് പറ്റില്ല. പക്ഷെ ഭഗവാന്റെ എനർജിയെ തരണം ചെയ്യെങ്കിൽ ഭഗവാനെ സറണ്ടർ ചെയ്യണം. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് അതിനെ തരണം ചെയ്യാൻ പറ്റും. അല്ലാത്തടത്തോളം കാലം നമുക്ക് അതിനെ തരണം ചെയ്യാൻ പറ്റില്ല. He claims that the material energy, although very powerful, is under his control. And whoever surrenders unto him can get out of the control of the material energy. മാം എവയെ പ്രപദ്യന്തേ മായാം ഏതം തരത്തിയത്. ഭഗവാനെ സറണ്ടർ ചെയ്താൽ നമുക്ക് അതിനെ ഈസി ആയിട്ട് തരണം ചെയ്യാൻ പറ്റും. If a soul surrendered to Krishna can get out of the influence of material energy, then how can the Supreme Lord, who contains the creation, maintenance, and annihilation of the whole cosmic nature, a material body like us? ഒരു ആത്മാവിന് ജീവാത്മാവിന് ഭഗവാനെ സറണ്ടർ ചെയ്താൽ ആ മായയെ തരണം ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ഭഗവാൻ ക്രിയേറ്ററുമാണ്, മെയിൻ്റെനറാണ്, അനിലേറ്ററാണ്. അങ്ങനത്തെ വ്യക്തിക്ക് നമ്മുടെ പോലെ ശരീരം ഉണ്ടാവും? ചോദ്യം. So this conception of Krishna is complete foolishness. അതായത് ഒരു മനുഷ്യ ശരീരമാണ്, ഒരു ഭൗതിക ശരീരമാണ് കൃഷ്ണനുള്ളത്, ഒരു കംപ്ലീറ്റ് foolishness ആണ്. Foolish persons, however, cannot conceive that the personality of God, Krishna, appearing just like an ordinary man, can be the controller of all the atoms and of the gigantic manifestation of the universe. എല്ലാ ആറ്റത്തിന്റെയും എല്ലാ gigantic manifestationയും ഭഗവാനാണ് സുപ്രീം എന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. Biggest and the minutes are beyond their conception. So they cannot imagine that a form like that of a human being can simultaneously control the infinite and the minute. Actually, although he is controlling the infinite and the finite, he is apart from all this manifestation. It's clearly stated concerning this yoga Aishwaryam, his inconceivable transcendental energy, that he can control the infinite and the finite simultaneously, and that he can remain aloof from them. Although the foolish cannot imagine how Krishna, who appears just like a human being, can control the infinite and the finite, those who are pure devotees accept this, for they know that Krishna is supreme personality of God. അപ്പോൾ ശുദ്ധഭക്തൻ മാത്രമാണ് ശുദ്ധഭക്തന്മാർ മാത്രമാണ് ഈ സിദ്ധാന്തത്തിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. മറ്റവരൊക്കെ അവരെല്ലാം ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. എന്താണ്, എങ്ങനെയാണ് ഒരു മനുഷ്യ ശരീരത്തിൽ വന്ന ഒരു വ്യക്തി എങ്ങനെ അതെല്ലാം ഇതിന്റെ കൺട്രോളർ ആവുന്നത്? അവർക്ക് അത് ഡൈജസ്റ്റ് ആവുന്നില്ല, ദഹിക്കുന്നില്ല. Therefore, they completely surrender unto him and engage in Krishna consciousness towards service of the Lord. There are many controversies between the impersonalists and the personalists about the Lord's appearance as a human being. But if we consult Bhagavad Gita and Srimad Bhagavatam, the authoritative text for understanding the science of Krishna, then we can understand that Krishna is supreme personality of God. Bhagavad Gita ഭാഗവത്തിലെയും ആ സിദ്ധാന്തം നമുക്ക് ശരിക്കും മനസ്സിലാക്കിയാൽ നമുക്ക് അപ്പം മാത്രമാണ് കൃഷ്ണൻ ഭഗവാനാണെന്ന് മനസ്സിലാക്കുള്ളൂ. He is not an ordinary man, although he appeared on this earth as an ordinary human. In the Srimad Bhagavatam first canto, first chapter, when the sages headed by Shaunaka inquired about the activities of Krishna, they said, Kratavan kila karmani saharamena keshava adi martyani bhagavan gudha kapata manusha. Lord Sri Krishna, Supreme Personality of Godhead, along with Balrama, played like a human being, and so masked he performed many super. ഒരു മനുഷ്യനായിട്ട് ഒരു മാസ്ക്, അതായത് ചന്ന വേഷം മാറിയിട്ട് വന്ന പോലെ എന്നിട്ട് സൂപ്പർ ഹ്യൂമൻ ആക്ട്സ് ആണ് ചെയ്തത്. The Lord's appearance as a man bewilders the foolish. No human being could perform the wonderful acts that Krishna performed while he was present on this earth. When Krishna appeared before his father and mother, Vasudeva and Devaki, he appeared with 4 hands. But after the prayers of the parents, he transformed himself into an ordinary child. അവർക്ക് മനസ്സിലാവുന്നുണ്ട് തന്റെ മകൻ സാധാരണ ഒരു കുട്ടിയല്ല, വിഷ്ണു ഹിംസെൽഫ് ആണ്. അതിനു വേണ്ടിയിട്ട് 4 hands ചതുർഭുജ രൂപത്തിൽ വന്നു, അവർക്ക് ദർശനം കൊടുത്തു. അവരുടെ ആഗ്രഹപ്രകാരം കംസൻ വന്ന് എപ്പോഴും നേരെ നേരത്തും വധിക്കുമെന്നുള്ള പേടിയുണ്ട്. അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി ഒരു ബേബി കൃഷ്ണനായിട്ട് പരിവർത്തനം ചെയ്തു.
as stated in the Bhagavatam 10.3.46, Babhuva Prakrita Shishu. He became just like an ordinary child, an ordinary human being. Now here again it is indicated that the Lord's appearance as an ordinary human being is one of the features of his transcendental body. In the 11th chapter of Bhagavad Gita also, it is stated that Arjuna prayed to see Krishna's form of 4 hands, Teneva Rupena Chadurbhujena. After revealing this form, Krishna, when petitioned by Arjuna, again assumed the original human life form, Manushim Rupam. അർജുനനും ഇതൊരുണ്ടായിരുന്നു, പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ? അർജുനൻ വിരാട് രൂപം കണ്ടപ്പോ ആദ്യം പേടി തോന്നി. പിന്നീട് എന്താണ് റിക്വസ്റ്റ് ചെയ്തത്? ഭഗവാനോട് പറഞ്ഞു തിരിച്ച് ആ പഴയ രൂപത്തിൽ വരാൻ വേണ്ടി പറഞ്ഞു. So these different features of the Supreme Lord are certainly not those of an ordinary human being. Some of those who deride Krishna and who are infected with Mayavada philosophy quote the following words from Srimad Bhagavatam 3.29-21 to prove that Krishna is just an ordinary man. Aham sarveshu bhuteshu bhudatma vastida sada. The Supreme is present in every living entity. We should better take note of this particular verse from the Vaishnava Acharyas like Jiva Goswami and Vishwanath Chakravarti Thakura, instead of following the interpretation of the unauthorized person. Deride Krishna. Jiva Goswami, commenting on the verse, says that Krishna in his plenary expansion as Paramatma is situated in the moving and the non-moving entities as supersoul. So any neophyte devotee who simply gives his attention to the Archamurti, the form of the Supreme Lord in the temple, and does not respect other living entities, is uselessly worshipping the form of the Lord in the temple. നമ്മൾ അർച്ച വിഗ്രഹത്തിനെ വർഷിപ്പ് ചെയ്യുന്ന മറ്റുള്ള ജീവജാലങ്ങളെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നില്ല. കാരണം അവരുടെ എല്ലാവരുടെയും ഹൃദയത്തിലെ ഭഗവാൻ പരമാത്മാവായിട്ട് കുടികൊള്ളുന്നുണ്ട് അല്ലേ? അപ്പൊ അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നില്ലെങ്കിൽ അങ്ങനെ അർച്ച വിഗ്രഹത്തിനെ മാത്രം റെസ്പെക്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്നാണ് പറയുന്നത്. And does not respect other living entities, is uselessly worshipping the form of the Lord in the temple. The 3 kinds of devotees of the Lord, and the neophyte is in the lower space. Okay, three types, 3 kinds: Kanishta, Madhyama, and Uttama. The neophyte devotee gives more attention to the deity in the temple than to the others. So Vishwanath Chakravarti Thakura warns that this sort of mentality should be corrected. A devotee should see that because Krishna is present in everyone's heart as Paramatma, everybody is the embodiment of the temple of the Supreme Lord. As one offers respects to the other, to the temple of the Lord, he should similarly properly respect each and every body in which the Paramatma dwells. Everyone should therefore be given proper respect and should not be neglected. അപ്പൊ ഏത് ശരീരത്തിലായാലും ശരി, ഏത് ദേഹത്തിലായാലും ശരി, നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യണം. കാരണം അവരുടെ ഉള്ളിലും നമ്മുടെ ഉള്ളിലുള്ള പോലെ പരമാത്മാവുണ്ട്. അപ്പൊ അതുകൊണ്ട് മനുഷ്യന്റെ ദേഹമാണ് ശരി, മൃഗങ്ങളുടെയും ശരി, വൃക്ഷങ്ങളുടെയും ശരി, പക്ഷികളുടെയും ശരി. അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീത അർജുനോട് പറഞ്ഞു കൊടുക്കുന്നത്, വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണേ ഗവി അസ്തനി സുനി ചൈവ സ്വഭാഗ്യച്ച പണ്ഡിത സമദർശനം. പണ്ഡിതന്മാര് ഈക്വലായിട്ട് എല്ലാവരും കാണും. അവരുടെ രൂപത്തിന്റെ അടിസ്ഥാനത്തിലല്ല, അവരുടെ ശരീരത്തിന്റെ അടിസ്ഥാനത്തിലല്ല, അവരുടെ കുടികൊള്ളുന്ന ആ ഡിവിനിറ്റി, ആ ചേതന, ആ സ്പിരിച്വൽ സ്പാർക്ക്, അതാണ് അവർ കാണുന്നത്. ഈ ദേഹം നശിച്ചുകൊണ്ടിരിക്കും. ഇന്ന് നമുക്ക് മനുഷ്യന്റെ ദേഹമാണ്, അടുത്ത ജന്മത്തിൽ നമുക്കറിയില്ല മൃഗമാണോ ദേവന്മാരുടെയാണോ പക്ഷികളുടെ ഒന്നും അറിയാൻ പറ്റില്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലല്ല ഒരു വിദ്വാൻ കാണുന്നത്, പണ്ഡിതൻ കാണുന്നത്. So there are also many impersonalists who deride temple worship. Say that since God is everywhere, why should one restrict himself to temple worship? But if God is everywhere, is he not in the temple or in the deity? It's a question mark. Although the personalist and the impersonalist will fight with one another perpetually, perfect devotee in Krishna consciousness knows that although Krishna is Supreme Personality, is all pervading, as confirmed in the Brahma Samhita. Although his personal abode is Goloka Vrindavana,
And he is always saying that by his different manifestation of energy and by his plenary expansion, he is present everywhere in all parts of the material and spiritual creation. ഭഗവാൻ എല്ലാ ആറ്റമിലും ഉണ്ട്, പരമാത്മാവായിട്ട്. ചര അചരങ്ങളിലും ജീവനുള്ളതിനും ജീവനില്ലാത്തതിനും ഉണ്ട്. സോ നമ്മള് ആ ഭഗവാൻ മനുഷ്യരൂപം എടുത്ത് വരുമ്പോൾ നമ്മളൊരു സാധാരണ വ്യക്തിയായിട്ട്, മനുഷ്യനായിട്ട്, നമ്മളിൽ ഒരാളായിട്ട് കാണാൻ പാടില്ല. ദാറ്റ്സ് ആൻ ഒഫൻസ്. ഹരേ കൃഷ്ണ. സോ ടെക്സ്റ്റ് 12 അടുത്ത ക്ലാസ്സിൽ. വാഞ്ചാ കൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ वैष्णवेभ्यो नमो नमः. अनंत कोटि वैष्णव की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, ताय वो प्रेमानंद। हरे कृष्णा.